നല്ല ഫ്രഷ് മാങ്ങ കൊണ്ടുണ്ട് സിമ്പിളായ മെത്തഡുകൾ എല്ലാവരും കൊതിപ്പിക്കുന്ന രുചിയിൽ ഒരു മാങ്കോ പായസം നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ 1 കിലോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റായിട്ട് തയ്യാറാക്കണം. അതേപോലെ തന്നെ പായസത്തിൽ ചേർക്കാനായിട്ട് ഇനി പറയുന്ന ഐറ്റംസ് നമുക്ക് ആദ്യം ഒന്ന് എടുത്തു നോക്കാം. 1.5 ലിറ്റർ പാല്, 200 ഗ്രാം മിൽക്ക് മെയ്ഡ്, 100 ഗ്രാം കാഷ്നട്ട്, കിസ്മിസ് 100 ഗ്രാം, സേമിയ ചെറുതായി നുറുക്കിയത് 50 ഗ്രാം, പഞ്ചസാര ഒരു 300 ഗ്രാം. ഇത്ര സാധനങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് എടുത്തു നോക്കണം. ഇനി അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് മാങ്ങ പൾപ്പുണ്ടല്ലോ അതൊന്ന് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് ചെറിയ ചൂടിൽ ഒന്ന് മൂടി വെച്ച് വെള്ളം വറ്റാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ചേർക്കാം. ഒരു മീഡിയം മധുരത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നന്നായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒരു മീഡിയം ചൂടിൽ ഒന്ന് കവർ ചെയ്ത് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതേ നമ്മുടെ മാംഗോ പൾപ്പ് നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ലിറ്റർ പാൽ ചേർത്തെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഏലക്കായപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒന്നും കൂടി മൂടി വെച്ച് അല്പസമയം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു ഫ്രൈ പാൻ ചൂടാക്കുക. അതിൻ്റെ ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് 50 ഗ്രാം നെയ്യ് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാഷ്നട്ട് ഒരു പകുതി ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നമുക്ക് അടുത്തായിട്ട് കിസ്മിസ് ചേർക്കാം. കിസ്മിസും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇനി സേമിയ ചേർക്കാം. സേമിയ ചേർത്ത് അതൊരു നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് പായസത്തിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അല്പം കൂടി ഏലക്കായപ്പൊടി ഇപ്പോഴും ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരല്പം തണുത്ത ശേഷം ഇതിപ്പോൾ നമുക്കൊരു സർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതിന് മുകളിലേക്ക് ഗാർണിഷ് വേണ്ടിയിട്ട് അല്പം കൂടി ഞാൻ കാഷ്നട്ട് കിസ്മിസ് ഗർമസലിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം കെ4 കിച്ചൺ.